ഇത് റിലീസാവാൻ യാതൊരു സാധ്യതയില്ലാതായിരുന്നു. പക്ഷെ എങ്കിലും 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂറെങ്കിലും അത് OTT പ്ലാറ്റ്ഫോമിൽ നിന്നു. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇത് നടന്നത് 95-ലും ആ സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെന്റ് വേറെയാണ്. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് ഭരിക്കുന്ന പാർട്ടി വേറെയാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ കൊണ്ട് അതൊരു പൊളിറ്റിക്കലായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ ഒരു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിശ്വസിക്കുന്ന ആളൊന്നല്ല ഞാൻ. ഈ സിനിമ ബാൻ ചെയ്തുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സിനിമകൾ അതിൻ്റെ ഗുരുദ്വാരകളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും വലിയ LED സ്ക്രീനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ ഗ്രാമം മുഴുവൻ കാണുകയാണ് ചെയ്യും. ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമീപകാലത്തിറങ്ങിയ ഇന്ത്യയിലെ മികച്ച ചിത്രങ്ങളിലൊന്ന് സത്ലജിൻ്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ച പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ KU മോഹനാണ് നമുക്കപ്പോൾ ഉള്ളത്. 2022 ഈ സിനിമ പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് 2 തവണ ഇതിൻ്റെ പേര് മാറ്റി 127ഓളം കട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു. ഒടുവിലത് OTT-യിലെത്തി, അതിൻ്റെ അൺകട്ട് വേർഷൻ. പക്ഷേ വെറും 48 മണിക്കൂർ മാത്രമായിരുന്നു അതിൻ്റെ ആയുസ്. ഈ സിനിമയ്ക്കൊപ്പം ദീർഘകാലം സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയിൽ താങ്കൾ എന്ത് തരം ഒരു ഇമോഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. തീർച്ചയായും സത്ലജ് ഫൈനലി റിലീസ് ചെയ്തത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ശരിക്കും ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത്, ഇത് റിലീസാവാൻ യാതൊരു സാധ്യതയില്ലാതായിരുന്നു. പക്ഷെ എങ്കിലും 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂറെങ്കിലും അത് OTT പ്ലാറ്റ്ഫോമിൽ നിന്നു. ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോമിൽ, ഇന്റർനാഷണൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുമില്ല തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ആ സമയം കൊണ്ട് തന്നെ ആ സിനിമ വേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഈ സിനിമ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ജസ്വന്ത് സിംഗ് ഖൽറയുടെ ജീവിതം പറയുന്ന ഈ കഥ ഹണി ട്രഹാം പറയുമ്പോൾ ഇത് ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഇത് നടന്നത് 95-ലും ആ സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെന്റ് വേറെയാണ്. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് ഭരിക്കുന്ന പാർട്ടി വേറെയാണ്. അതൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ അത് വളരെ ഡിസ്റ്റന്റ് ആയിട്ട് നടന്നൊരു സംഭവമായതുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഹിന്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് അപ്പൊ അവിടെ തന്നെ ലോക്കലായിട്ട് ചില ആൾക്കാരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, സിഖ് ഗ്രൂപ്പ് തന്നെ. കാരണം അത് എന്തോ പൊളിറ്റിക്സ് കളിക്കുന്നതായിരുന്നു അവര്. പക്ഷെ ഇങ്ങനെ ഒരു കാരണം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാവുന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായി ആ സമയം. പക്ഷെ എന്നാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോഴും അതൊരു കോൺട്രവേഴ്സി എന്നുള്ള നിലയിലാണ് പലപ്പോഴും ഇത് ചർച്ചയാവുന്നത്. ഇതിൻ്റെ ഒരു മെറിറ്റ്, ഈ സിനിമയുടെ അല്ലെങ്കിൽ ഒരു സിനിമ എന്നൊരു ആർട്ട് ഫോം എന്നുള്ള നിലയിൽ ഇതിൻ്റെ മെറിറ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇതൊരു കോൺട്രവേഴ്സി ആയിട്ടാണ് ഇങ്ങനെ ഒരു വൈറലായി മാറിയത്. പക്ഷെ എങ്കിലും ഇതിന്റെ എന്താ ആർട്ടിസ്ട്രി അല്ലെങ്കിൽ ഇതിന്റെ മൂല്യം, സിനിമയുടെ മൂല്യം, നല്ല സിനിമയാണെന്നുള്ള കാര്യം അതിനിടയിലൂടെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. ശരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇതിലൊരു പ്രൊപ്പഗൻഡ ഫിലിം അല്ലെങ്കിൽ യാതൊരു സ്ട്രോങ് കണ്ടന്റ് ഇല്ലാത്തൊരു സിനിമയായിട്ടോ അത് വെറും പ്രൊപ്പഗൻഡയിലൂടെ മാത്രം ആവുന്നതല്ല. ശരിക്കും അതിന് അതിന്റെ കണ്ടന്റ് ആസ്വദിച്ച് അതിനെ കുറിച്ചിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിച്ചൂടെ? കാരണം ഒരു സിനിമ അതിന് പബ്ലിക് മെമ്മറിയെ ഇവോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എന്തോ ഒരു തരം പേടി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടെന്നുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമ കൊണ്ട് അതൊരു പൊളിറ്റിക്കലായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ ഒരു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിശ്വസിക്കുന്ന ആളൊന്നല്ല ഞാൻ. പക്ഷെ ആ സമയത്ത് ടെമ്പററി ആയിട്ട് ഒരു ചെറിയൊരു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു സ്പാർക്ക് ഉണ്ടാക്കാം, അത്ര മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അതിലൊരു സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമ അത് ഒരു സമൂഹത്തിന് അത്ര സ്ട്രോങ് ആയിട്ട് അത് സ്വാധീനിച്ചിട്ട് അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൽ ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ
ഇത് നീക്കം ചെയ്ത OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്ത അതോറിറ്റീസ് പറയുന്നതെന്ന് പറഞ്ഞ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സെക്യൂരിറ്റി കൺസേൺസ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ത്രെട്ട് പോലെ എന്തെങ്കിലും എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത് എന്ന് അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എന്ത് സെക്യൂരിറ്റി ത്രെട്ടാണ് ഉണ്ടാകേണ്ടത്. ഒരു സിനിമ എന്ത് സെക്യൂരിറ്റി ത്രെട്ടാണ് ഉണ്ടാക്കാൻ പറ്റുക? അല്ലെങ്കിൽ എവിടെയാണ് അത് ഹിസ്റ്റോറിക്കലായിട്ട് ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസ് ഏത് സൊസൈറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കാരണം ഇത് പഴയൊരു മെമ്മറി ഇവർ ഒരു ചിലപ്പം പേടി ഉണ്ടാവുമായിരിക്കാം. കാരണം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇൻസർജൻസി ഉണ്ടായിരുന്നല്ലോ ഈ ഫിലിം നടക്കുന്ന കാലഘട്ടത്തിൽ, ഈ ഫിലിമിന്റെ സ്റ്റോറി നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പഞ്ചാബിൽ ഒരു ഇൻസർജൻസി ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ അത് മുഴുവൻ അവർ കൺട്രോൾ ചെയ്ത് വെച്ചു. പക്ഷെ അത് വീണ്ടും ഈ സിനിമ നിമിത്തം ആ ഇൻസർജൻസി വീണ്ടും മുന്നോട്ട് വരുന്നുള്ളതല്ലേ? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദറ്റ്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരിക്കലും നടക്കുകയില്ല ശരിക്കും. പക്ഷെ ഇത് ശരിക്കും ചെയ്തതുകൊണ്ട് സാധാരണ സിനിമയ്ക്ക് സാധാരണ രീതിയിൽ കിട്ടുന്ന ഒരു പബ്ലിസിറ്റിക്കാളും കൂടുതൽ അവർ പബ്ലിസിറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. ഇപ്പം ഈ പടത്തിന് അധികം പ്രൊമോഷനൊന്നും ഇല്ലാതാണ് സിനിമ OTT എത്തിയത്. ഒരു ഗെറില റിലീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന് ചിലപ്പം ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടേക്കാമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ദിൽജിത്തിൻ്റെ നായകൻ അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. താങ്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നു ഇത് OTT വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് നീക്കം ചെയ്യപ്പെടും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് താങ്കൾക്ക് തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും തോന്നിയിരുന്നു. കാരണം കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് ഈ സിനിമ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് അങ്ങനെ ട്രൈ ആയിരുന്നു എൻ്റെ ഫിലിം മേക്കറും എൻ്റെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ ഹണിത്രയാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ അത് പല റീസൺ വെച്ച് പല കാരണങ്ങളാൽ ആ സിനിമയെ എങ്ങനെ വരുത്താതിരിക്കാം ഒരു പബ്ലിക് ഇതിലേക്ക് എങ്ങനെ റിലീസ് ചെയ്യാതിരിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമം സെൻസർ ബോർഡൊന്നും എനിക്കറിയില്ല. അതാണ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനത് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്തതിലേക്ക് സെക്കൻഡ് ഹാൻഡ് നോളജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പബ്ലിസിറ്റിയോട് കൂടിയിട്ട് സിനിമ പുറത്ത് വരികയാണെങ്കിൽ, OTT വരികയാണെങ്കിൽ അത് വരുന്നതിന് മുമ്പ് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ഡയറക്ടറും അങ്ങനെ തീരുമാനിച്ചത്. ഒരു പബ്ലിസിറ്റി ഇല്ലാതെ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ ZEE5 കൊണ്ടുവരിക. പിന്നെ അവരെടുത്ത് കളയാണെങ്കിൽ എടുത്ത് കളയട്ടെ. അങ്ങനെ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 127 കട്ടോളം ഈ സിനിമയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു സെൻസർ ബോർഡ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എൻ്റെ കട്ട് ലിസ്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഈ 127 കട്ടുകളെന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷ്വലുകൾ താങ്കൾ പകർത്തിയിട്ടുണ്ടാവുക അത്ര തന്നെ ഇമോഷണലായിട്ടും അത്ര തന്നെ എഫോർട്ട് ഇട്ടിട്ടൊക്കെ ആയിരിക്കും. ആസ് എ സിനിമാറ്റോഗ്രാഫർ ആ കട്ടെന്ന് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുക? ആ സെൻസർ കട്ട് എന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ ഈ 127 കട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകും എന്ന് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് അത് ഫീൽ ചെയ്യുക? അതെ, ഒരു പ്രത്യേക കംപ്ലീറ്റ്ലി അതിന്റെ രൂപം നഷ്ടപ്പെട്ടു പോയ സ്കാറ്റേർഡ് ആയിട്ടുള്ള പലതരം പീസസ് ഉണ്ടല്ലോ, യാതൊരു അർത്ഥം ഉണ്ടാക്കാത്ത ഒരുപാട് പീസസ് ആയിട്ട് മാറുമായിരുന്നു ഫിലിം ശരിക്കും. കാരണം നമ്മൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്ത് സ്ക്രിപ്റ്റ് സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിന് നമ്മളൊരു ഫുൾ ബോഡി ഇങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ. ഒരു ഗ്രോത്ത് ഉണ്ട്, അതിന് ഓരോരോ അവയവങ്ങൾ പോലെ, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ പോലെ ഓരോരോ സീനും അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില പോർഷൻസ് കൈ വെട്ടിക്കളഞ്ഞാൽ അല്ലെങ്കിൽ കാല് വെട്ടിക്കളഞ്ഞാലോ അല്ലെങ്കിൽ ചെവി വെട്ടിക്കളഞ്ഞാലോ അപ്പോൾ അതൊരു പരിപൂർണമായിട്ടൊരു രൂപം തന്നെ ഉണ്ടാവില്ല ശരിക്കും. ദാറ്റ് വോണ്ട് മേക്ക് എനി സെൻസ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു സിനിമയിൽ, കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത ഒരു സബ്ജക്റ്റാണ്. അത് ശരിക്കും റിയൽ ആയിട്ടൊരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി കോർട്ടിലുള്ളതാണ്. അവരൊക്കെ പണിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും പണിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഇതൊരു ക്ലാസിഫൈഡ് സബ്ജക്റ്റ് അല്ല ശരിക്കും. ഇത് പബ്ലിക് ഡൊമൈനിലെ സബ്ജക്റ്റാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിനെ ഇങ്ങനെ മറച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിനെ വികൃതമാക്കി മാറ്റാനും ഇവരെന്തുകൊണ്ട് ശ്രമിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സെൻസർ ബോർഡ് സ്റ്റേറ്റിൻ്റെ ഒരു ടൂളായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപണമുണ്ട്. അതിൻ്റെ ഈ സത്ലജിന് സംഭവിച്ചത് അല്ലെങ്കിൽ കുറച്ച് 4 വർഷമായി അത് നേരിടുന്ന പ്രശ്നം ഇതിന് അടിവര ഇടുന്നൊരു സംഭവമായിട്ട് നമുക്ക് കാണാമോ? അല്ല, അത് നടക്കുന്നുണ്ട് ശരിക്കും. ഒരു സ്റ്റേറ്റ് ഇതിനകത്ത് എന്താ തന്നെ പറയുക, ഫ്രീഡം ഓഫ് സ്പീച്ചിലോ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനില്ലേ, അതിനകത്ത്
മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇന്ന് കൈകടത്തുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പല പല സിനിമകളിലും നമുക്ക് അത് പല 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 മേഖലകളിലും നമുക്കത് കാണാം. ശരിക്കും വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. താങ്കൾ മെയിൻ സ്ട്രീം സിനിമയുടെ കൂടെ ഭാഗമായിട്ടുള്ള മെയിൻ സ്ട്രീം ബോളിവുഡ് സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ ഒരു തരംതിരിവ് പറയുന്നതല്ല, പക്ഷെ എന്നാലും കൊമേഴ്ഷ്യലി ഇങ്ങനെ ഭയങ്കരമായി ഇത് ഇൻഡസ്ട്രി പുഷ് ചെയ്യുന്ന സിനിമകൾക്കുടെ ഭാഗം കൂടി ആകുന്ന ആളാണ് താങ്കൾ. അപ്പം ഈ ഒരു വേർതിരിവ് സെൻസർ ബോർഡിന് തോന്നിയിട്ടുണ്ടോ? കാരണം ചില പടങ്ങൾക്ക് അത് അവർ കട്ടുകൾ നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചില കസ് വേർഡ്സ് മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസ് ഒന്ന് ടോൺ ഡൗൺ ചെയ്യാനോ മാത്രമാണ് ചില സിനിമകൾക്ക് അവർ നിർദ്ദേശിക്കുക. പക്ഷേ ഇത്തരം ഒരു വോയിസ് ഉള്ള അല്ലെങ്കിൽ പറയണം എന്ന് ആ ക്രിയേറ്റർ വളരെ അധികം ആഗ്രഹിച്ച ഒരു സിനിമയ്ക്ക് വരുന്ന കട്ടുകൾ ഇങ്ങനെ ചന്നം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അംഗഭംഗം വരുത്തുന്ന പോലെ ഉള്ള രീതിയിലാണ് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു വേർതിരിവുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? ചില സമയങ്ങളിൽ ഇത് നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് ചില സിനിമകൾ ഇതുപോലെ പിന്നെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ആന്തി എന്ന് പറഞ്ഞ ഒരു സിനിമ, ഗുൽസാറിന്റെ ഒരു സിനിമ പിന്നെ അവർ റിലീസ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുപോലെ കിസാ കുർസിക്ക എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഇതൊന്നും ആ സമയത്ത് അവർ കൺട്രോളിൽ വെച്ചിരുന്നു. കാരണം അത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന് വേറൊരു അർത്ഥം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അന്നത്തെ സെൻസർ ബോർഡോ അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റോ അതിനെ സപ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇത് പുതിയതായി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇത് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഇത് നടക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ അങ്ങനെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ചലനങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ ഒരു കാലത്തിന് ഡെപ്യൂട്ട് ചെയ്യുന്നു. അത് ആ കാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെന്തിന് പേടിക്കണം? നമ്മൾ നമ്മുടെ പാസ്റ്റിനെ നമ്മൾ എന്തിനു പേടിക്കണം? ശരിക്കും അത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൺഫ്രണ്ട് ചെയ്യുക. നമ്മൾ കാരണം ഇപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ ജർമ്മനിയോ അതുപോലെ മറ്റേത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവർക്ക് വളരെ വളരെ മോശമായിട്ടുള്ള ഡാർക്കായിട്ടൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഹിറ്റ്ലറുടെ കാലത്തൊക്കെ. പക്ഷെ അതിനൊന്നും മറച്ചു പിടിക്കുന്നില്ലല്ലോ. കാരണം അത് അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോകില്ലേ എന്നാ. കാരണം അറിയാം, നമ്മൾ തെറ്റ് പറ്റിയ ഒരു കാലത്ത് ആർക്കോ അതിന് നമ്മൾ ഇനി ഒരിക്കലും അത് ചെയ്യരുത്, അങ്ങനെയല്ലേ വേണ്ടത്? ശരിക്കും നമ്മൾ തിരുത്തുകയല്ലേ വേണ്ടത് ശരിക്കും. ഈ സിനിമ എന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കഥ പറയേണ്ടതാണ് എന്ന് താങ്കൾക്ക് ഒന്നുകൂടി റീഅഫേം ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സീൻ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫോമൻസ് കാണുമ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീൻ ചെയ്യുമ്പോൾ താങ്കൾ തോന്നിയിട്ടുണ്ടായിരുന്നോ ഇത് പറയേണ്ട കഥയാണ്, ഇത് ആളുകൾ അറിയേണ്ട ഒരു മെമ്മറിയാണ്? ആദ്യത്തെ നറേഷനിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് സാധാരണ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചതല്ല. ഈ സ്ക്രിപ്റ്റ് ഇതിന്റെ ഡയറക്ടർ തന്നെ എനിക്ക് നറേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ റൂമിൽ ഇരുന്നിട്ട് അദ്ദേഹം നറേറ്റ് ചെയ്തതാണ്. വളരെ ഇമോഷണൽ ആയിട്ട് ഈ ഓരോ സീൻ ബൈ സീൻ, ഡയലോഗ് ബൈ ഡയലോഗ് നറേറ്റ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് അറിയായിരുന്നു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഇത് പറയേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഹണി ത്രഹാൻ ജനിച്ചു വളർന്നത് പഞ്ചാബിൽ തന്നെയാണ്, ഈ പ്രദേശത്ത് തന്നെയാണ് ജനിച്ചു വളർന്നത്. തരൻ എന്ന് പറഞ്ഞ ഒരു അവിടെയുണ്ട്. അതാണ് സെൻട്രൽ ആയിട്ടുള്ള സ്ഥലം ഈ ഫിലിമിലത്തെ സബ്ജക്ട്. ഈ ഫിലിമിലത്തെ മെയിൻ പോലീസ് സ്റ്റേഷനൊക്കെ തരൻതാരനാണ്, അവിടെയാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അവിടെ ജനിച്ചു വളർന്ന ആളാണ് ഹണി ത്രഹാൻ. അപ്പൊ ഹണി ത്രഹാന് ചെറുപ്പത്തിൽ ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്, എന്തൊക്കെ നടന്നു. അപ്പൊ ഈ സിനിമയിലുള്ള സംഭവങ്ങളിലൊക്കെ റിയൽ ആയിട്ട് നടന്നതാണ്. ആ നടന്നത് വെച്ച് ദി പുട്ട് ടുഗെദർ എന്നിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കി. പക്ഷെ ഇതിൽ നടന്നത് ഈ ജസ്വന്ത് സിംഗ് കാൽറ എന്ന് പറഞ്ഞ മനുഷ്യന്റെ സ്റ്റോറി അതേപോലെ എടുത്തതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും പെർമിഷനോടുകൂടി അവരുടെ അപ്രൂവലോടുകൂടി ചെയ്ത സിനിമയാണ് ശരിക്കും. അപ്പോൾ ഇതിനകത്ത് നടക്കാത്ത സംഭവങ്ങളൊന്നും ചെയ്തില്ല. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇത് ഈ രീതിയിലായിരിക്കണമെന്നില്ല. പക്ഷെ പല സ്ഥലങ്ങളിലായിട്ട് പഞ്ചാബിൽ അതേ സമയത്ത് നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഒരു ഫിക്ഷൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് കുറെ കൂടി റിയലിസമായിട്ട് ചേരുന്ന ഒരു ഫിക്ഷൻ, ഒരു യഥാർത്ഥ സംഭവം, ഒരു ചരിത്ര സംഭവമൊക്കെ ആക്കുമ്പോൾ അതിൽ ഡോക്യുമെൻ്ററിയുടെ ഒരു സ്റ്റൈലിലേക്ക് പോകാൻ സാധ്യത, അല്ലെങ്കിൽ ആ ചട്ടക്കൂടിലേക്ക് വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അതിനെ സമീപിക്കുകയും അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഒരു വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്ത് ഈ സിനിമയ്ക്ക്? പ്രത്യേകിച്ച് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഈ അടുത്തിടെ കണ്ടതിൽ വെച്ച് മനോഹരമായിട്ടുള്ള രീതിയിലാണ് അത് ഫിലിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിഷ്വൽ സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷ്വൽ നറേറ്റീവാണ് ഈ സിനിമയ്ക്ക് വേണ്ടത് എന്ന് നിശ്ചയിച്ചത് എങ്ങനെയാണ് എന്നൊന്ന്
ഡീറ്റെയിൽ ചെയ്യാമോ? അത് 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 ശരിക്കും സാധാരണ വരുന്നത് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിന്റെ മേലെ കൂടുതൽ ആലോചിക്കുമ്പോഴും നമുക്ക് ആ സ്ക്രിപ്റ്റിന് ചേർന്ന രീതിയിലുള്ള ഒരു സ്റ്റൈൽ തനി എൻ്റെ മനസ്സിലുണ്ടായി വരുന്നതാണ്. പക്ഷെ ഇത് സാധാരണ ഒരു ടെൻഡൻസി, പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡയറക്ടർ പോലും എന്നോട് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി ഹാൻഡ് ഹെൽഡ് പോലുള്ള ക്യാമറ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം, കുറച്ചുകൂടി ഇങ്ങനെ ഇതായിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നിയാണത് അത് ചെയ്യണ്ട. കാരണം സിനിമയിലുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പൊ അതിനെ കൂടുതൽ ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാതെ അത് നമ്മൾ ഇങ്ങനെ മാറി നിന്ന് പതുക്കെ വളരെ ജെന്റിലായിട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ, ഈ ക്രൂരമായി ഈ നടക്കുന്ന ക്രൂരതകൾ ഉണ്ടല്ലോ, അത് വളരെ ജെന്റിലായിട്ട് ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ കാണാമെന്നുള്ളതില്ലേ. വളരെ ഒന്നും അധികം ഒന്നും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാത്ത പോലെ ജസ്റ്റ് ബി എ വിറ്റ്നസ് യെസ്, വിറ്റ്നസ്. ഇത് വാട്ട് ഇസ് ഹാപ്പനിങ്. നമ്മളതിൽ അതിന് ഒരു ഒരു ഹാൻഡ് ക്യാമറ ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് നമ്മളതിനകത്ത് ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് സ്ട്രോങ് ആയിട്ടുള്ള. നമ്മൾ വി ബിക്കം പാർട്ട് ഓഫ് ദാറ്റ് തിങ്. ക്യാമറയും അല്ലെങ്കിൽ വ്യൂവറെ അതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി കൊണ്ടുപോകണം. അതിന് പകരം അതിന്റെ ഭാഗമാക്കി മാറ്റാതെ വ്യൂവർ ദൂരത്ത് മാറ്റി നിർത്തിയിട്ട് ഐ തിങ്ക് യു ജസ്റ്റ് വിറ്റ്നസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റൈല് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ അത് വർക്ക് ചെയ്യും ഈ സബ്ജക്ട് എന്നൊരു ഒരു ഉദ്ദേശത്തിന്റെ ഇതിലാണ് അങ്ങനെ ഒരു സ്റ്റൈല് എടുത്ത് ഫോളോ ചെയ്തത്. ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് സംവിധാനവും വളരെ നമുക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നിയൊരു സാധനം. കാരണം പ്രത്യേകിച്ച് സിനിമയുടെ സെക്കൻഡ് ഹാഫോട്ട് വരുന്ന ഭാഗങ്ങളിൽ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിൽ കിടന്ന അയാൾ, ആ ജസ്വന്ത് സിംഗ് ഖൽറ എന്ന മനുഷ്യൻ ആടുന്നത് നമുക്കൊരു ഷാഡോയിൽ കൂടെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട് പല ഭാഗങ്ങളിലും. അത്തരം ഒരു ഷാഡോസിൻ്റെ ഉപയോഗം അതൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ അത് ഫ്രെയിം ചെയ്യാം, ആ ഒരു പോലീസ് ബ്രൂട്ടാലിറ്റി സാധനങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പുള്ള ആ ഷോട്ടുകളൊക്കെ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടാണ്? അതിന് സ്പെസിഫിക് ആയിട്ട് എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒരു സംഗതി കൂടുതൽ കാണിക്കാതിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക. ശരിക്കും വളരെ ക്ലിയർ എല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതോടുകൂടി തീർന്നു കാര്യങ്ങൾ. അതിന് പകരം പറയാതെ കുറേ സാധനങ്ങൾ നമ്മൾ വെക്കുകയാണെങ്കിൽ, മാറ്റി വെക്കുകയാണെങ്കിൽ, ചെറിയ കാര്യങ്ങൾ മാത്രം, ചെറിയ ഇത് മാത്രം അതൊക്കെ വ്യംഗ്യമാക്കുക ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വെറും സജസ്റ്റ് ചെയ്യുക, ചില സാധനങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഓഡിയൻസിന്റെ ആലോചനയ്ക്ക് വിടുക, അവർ ഇമാജിൻ ചെയ്യും. വെടിയച്ചയുടെ ഒരു ശബ്ദം മതി ആ സമയത്ത് അത് ഓരോരോ ആൾക്കാരില്ലേ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒന്ന് സജസ്റ്റ് ചെയ്ത് ഒന്ന് കൊടുത്തിട്ട് ബാക്കി ഓഡിയൻസിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഓരോരോ ആൾക്കാരിലും അത് വളരുന്നത് വേറെ ഡിഫറെന്റ് ആയിട്ട് രീതിയിലായിരിക്കും. ശരിക്കും അവരതിനെ ഇമാജിൻ ചെയ്യുക വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടില്ല. അപ്പോൾ ആ സിനിമ എന്നുള്ളത് അവരുടെ മനസ്സിൽ കുറെ കൂടി ഇങ്ങനെ ഈ കഴിഞ്ഞു കഴിഞ്ഞാലും, സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഈ സിനിമ അവരുടെ മനസ്സിൽ വളർന്നുകൊണ്ടേയിരിക്കും ശരിക്കും പല രീതിയിൽ. അപ്പൊ അതാണ് സിനിമ. അത് ആ രീതിയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് പലതും കാണിക്കാതെ സജസ്റ്റ് ചെയ്തിട്ട് മാത്രം വിട്ടിരിക്കുന്നത് തന്നെ. അത് വെടിയച്ചയുടെ ഒരു ശബ്ദം മതി നമുക്ക് അവിടെ നടന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ അതെ, പെയിനും ഫീൽ അതിനകത്ത് ആ ഫാമിലിയെ കൊല്ലുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ ഫാമിലിയെ അവിടെ വെച്ചിട്ട് ബ്രൂട്ടലായിട്ട് നമ്മുടെ മുമ്പ് വെച്ചിട്ട് തന്നെ വെടിവെച്ചിട്ട് ഇങ്ങനെ അവരെ കൊല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മുഖത്ത്, ഇദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഈ SSP സുഗ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഓഫീസർ നടന്നു പോകുന്ന അദ്ദേഹത്തിന്റെ മുഖത്താണ് ഈ പിന്നിലുള്ള വെടിയൊച്ച കേൾക്കുന്നത് ശരിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ കാരണം ഇത് പിന്നെ ആ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എന്താണ് അവിടെ നടന്നിട്ടുണ്ടാവുക. അത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിനെ വളരെ ക്രൂവലായിട്ട് ഇങ്ങനെ പിന്നെ വയലന്റ് ആയിട്ടുള്ള ഒരു മസാക്കർ അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല ശരിക്കും. പക്ഷേ എനിക്കൊന്ന് സമീപകാലത്ത് ബോളിവുഡ് സിനിമകളുടെ ഒരു വിഷ്വൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചോര ഫ്രെയിമിലേക്ക് തെറിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അത്രയും തെറിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പം ഒരു സ്റ്റൈലും അല്ലെങ്കിൽ രീതിയും ഓഡിയൻസിനെ അങ്ങനെ ഒരു രീതിയിലേക്ക് പാകപ്പെടുത്തുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഈ അടുത്ത കാലത്ത് വരുന്ന സിനിമകളിൽ അനാവശ്യമായിട്ടുള്ള വയലൻസും അനാവശ്യമായിട്ടുള്ള സെക്സും ഇത് ഇത്രയധികം ഇതിനെ ഇങ്ങനെ ഈ രണ്ട് സാധനത്തിന് ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല സിനിമയിൽ. പ്രത്യേകിച്ച് ബോളിവുഡിലില്ല, മലയാളത്തിൽ പോലും ഉണ്ട്. പിന്നെ മലയാളം സിനിമകളിൽ പോലും വയലൻസ് ധാരാളം കാണിക്കുന്നുണ്ട്. ശരിക്കും ആ വയലൻസ് കാണിക്കേണ്ട കാര്യമില്ല. ഈ വയലൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ചോര കാണിക്കുന്നതോ അല്ലെങ്കിൽ മാംസം ഇങ്ങനെ തെറിച്ചു പോകുന്നതോ ഇത്തരം സാധനങ്ങൾ കാണിക്കുന്ന വയലൻസ് അതിലല്ല ഉള്ളത്. അത് ഗോറാണ്. ഗോർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഗോറി ആയിട്ടുള്ള ഇമേജസ് എന്ന് വെച്ചാൽ അത് എന്താ റിപ്പൾസീവ് ആണ് ശരിക്കും. പക്ഷെ അതിന് എന്തിനു സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല.
വയലൻസ് എന്നുള്ളത് ഒരു വികാരമാണ് ശരിക്കും, നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് ഒരു ഉണ്ടായി വരുന്ന ഒരു വികാരമാണ് ശരിക്കും. അത് അത് വികാരമല്ല, അത് ശരിക്കും പിന്നെ വൾഗാരിറ്റിയാ. ഇന്ന് പല സിനിമയിലും, ഇന്ന് ഇന്ത്യൻ സിനിമയിൽ, ഹിന്ദിയിലായാലും ബോളിവുഡിലായാലും മലയാളത്തിലായാലും മറ്റു ഭാഷകളിലായാലും ഇതിൽ വളരെ കൂടുതൽ ഈ ഇത്തരം ഈ ഗോറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഈ എക്സ്ട്രീം പിന്നെ വൾഗറായിട്ടുള്ള പിന്നെ വയലൻസ്. വയലൻസ്. ഇപ്പോൾ എസ് പി സുഗ്ഗയുടെ കാര്യം പറഞ്ഞു. മറ്റൊരു സീൻ എനിക്കപ്പം ഈ കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു സീൻ എനിക്ക് ഭയങ്കരമായി എന്നെ എനിക്കൊരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒക്കെ തന്നൊരു സീൻ ഉണ്ട് അതിനകത്ത്. മറ്റേ പുള്ളി ആ സത്നാം എന്ന് പറയുന്ന കോൺസ്റ്റബിളിനെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നൊരു സീനുണ്ട്, ആ റൊട്ടിയൊക്കെ കഴിക്കുന്ന ആ സീൻ. അതെ അതെ, അത് ഭയങ്കര ലിമിറ്റഡ് പറഞ്ഞത്. ആ അത് ലിമിറ്റ് ആ സീൻ്റെ തുടക്കം ഉണ്ടല്ലോ, പുള്ളി കയറി വരുന്നു, ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ആണ്. ആ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഈ ക്ലോസ്ട്രോഫോബിക്ക് ഞാൻ പറഞ്ഞ അതേ എഫക്റ്റ് ആ ഒരു സീൻ ഉണ്ടാക്കും. പലരും ഇതിനെ പിന്നെ എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ മറ്റേ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിൽ ഒരു സീൻ ഉണ്ടല്ലോ, അതുപോലെയുള്ള താരതമ്യപ്പെടുത്തലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ്. എന്നാലും അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി കൂടുതലൊന്ന് പറയുമോ? ആ സീൻ പെർട്ടിക്കുലർ കേട്ടപ്പോൾ ഇത് ഈ ഒരു സ്പേഷ്യൽ ബ്ലോക്കിങ്ങിൽ വേണം ഇത് ചെയ്യാൻ എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ആ സീൻ അങ്ങനെ കൺസ്ട്രക്ട് അത് 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 ഞങ്ങൾ തീരുമാനിച്ചത് ഈ പഞ്ചാബിന്റെ, കാരണം പഞ്ചാബിനെ കുറിച്ച് എനിക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഡയറക്ടർക്കാണ് അറിയാം. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ് പഞ്ചാബ്. അപ്പോ ഇതിൽ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തത് ആ റിയലിസം, ആ പീരിയഡിലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. വീടുകൾ, ആ കാലത്തുള്ള ആ സമയത്തുള്ള വീടുകൾ, ആ വീടുകളിലെ സ്പേസ് അത് വെച്ചിട്ട്, പക്ഷെ എത്ര ചെറിയ സ്പേസ്, ആ വീടിനത്രേ സ്പേസ് ഉള്ളൂ. പൊതുവിലെ എല്ലാ പഞ്ചാബ് വില്ലേജുകളിലും ഉള്ള വീടിന് അത്രയും സ്പേസ് ഉള്ളൂ ശരിക്കും. അപ്പൊ അതിനകത്ത് അത്രയും ചെറിയ സ്പേസിൽ ഈ ഒരു സീൻ നടക്കുമ്പോൾ അത് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. കാരണം എനിക്ക് ഒരു സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ലൈറ്റിങ് മറ്റു കാര്യങ്ങളിലായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവുമെങ്കിൽ പോലും, പക്ഷെ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ളതിൽ ആ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആ സ്പേസില്ലേ, അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആവുക പിന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മറ്റൊരു സീൻ നമ്മുടെ ജസ്വന്ത് സിംഗ് ഹൽറയുടെ ആത്മാവിൻ്റെ പ്രസൻസ് വരുന്ന ഒരു പോലീസുകാരൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്ന ഒരു സീനാണ്. അപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വരിയും ഒരു സിനിമയുണ്ട്. ഒരു വരി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ടും നിങ്ങളെൻ്റെ മകനെ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ഈശ്വര വാര്യരുടെ ആ ഓർമ്മക്കുറിപ്പുകളിലെ ആ വരിയും പിറവി എന്ന് പറയുന്നൊരു സിനിമയും പെട്ടെന്ന് ഒരു ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം എനിക്ക് തോന്നിയിരുന്നു ആ ഒരു സീനിൽ. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിരുന്നു? പ്രത്യേകിച്ചൊരു മലയാളി കൂടിയാണ് താങ്കൾ. ഇങ്ങനത്തെ ഈ കഥ നമ്മൾ ഒരുപാട് കേട്ടതാണ്, നമുക്കും പരിചിതമാണ്. ഈ സ്റ്റേറ്റ് അബ്ഡക്റ്റ് ചെയ്യുന്നതും കൊലപ്പെടുത്തുന്നതും ഒക്കെ നമ്മളും പരിചയിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. താങ്കൾ അന്നേരം അത് തോന്നിയിരുന്നോ, ഫീൽ ചെയ്തിരുന്നോ? അതൊരു മനുഷ്യനായാൽ മാത്രം മതി. സെൻസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഒരു സീൻ അത് കാണുന്ന സമയത്ത് നമ്മുടെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമുക്ക് അത് ഉള്ളിൽ ഫീൽ ചെയ്യും ശരിക്കും. അത് തീർച്ചയായിട്ടും ആ സീൻ ചെയ്യുമ്പോൾ പിന്നെ അതിലും വളരെ ഞാൻ ചെയ്യുമ്പോഴും അത് വളരെ ലളിതമായിട്ട് ആ സീനെ അപ്രോച്ച് ചെയ്യുക. അതിനെ ഗിമ്മിക്സ് ഒന്നും ഉപയോഗിക്കാതെ അതിനെ വളരെ ലളിതമായിട്ട് ഒരു നാച്ചുറലായിട്ട് ഒരാൾ വന്ന് അവിടെ നിൽക്കുന്ന പോലെയാണ് ചെയ്തത്. അല്ലാതെ ഇയാളുടെ ഗോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനോ മറ്റൊന്നിനും അതിനകത്ത് പോയിട്ടുമില്ല ശരിക്കും. വളരെ ലളിതം, പക്ഷെ അത് മതി. ആ ഇമ്പാക്റ്റിൽ അത് വരുന്നുണ്ട്. ഇയാൾ വന്ന് നിൽക്കുന്ന സമയം നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. അത് ഷൂട്ട് ചെയ്യുമ്പം ക്യാമറയിലൂടെ നോക്കുന്ന സമയത്ത്, വ്യൂ ഫൈൻഡിലൂടെ ഒക്കെ നോക്കുന്ന സമയത്തും ഈ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരും ശരിക്കും. ഈ സ്ട്രോങ് ആയിട്ട് അതിന് മലയാളി ആവണമെന്നോ പഞ്ചാബി ആവണമെന്നോ ഒന്നുമില്ല ശരിക്കും. മലയാളികളുടെ കാര്യം ശരിയാ. രവി എന്ന് പറഞ്ഞ സിനിമയിൽ, അതുപോലെ ഈശ്വര വാര്യരുടെ ആ ഒരു പിന്നെ ആ വേർഡ്സിൽ അതുണ്ട് ശരിക്കും സ്ട്രോങ് ആയിട്ട്. അത് നമുക്ക് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സിനിമയുടെ ഇനി അതിൻ്റെ ഭാവി എന്താകുമെന്നാണ് താങ്കൾക്ക് കരുതുന്നത്? ഈ പറയുന്ന സാഹചര്യം നീങ്ങി ഇത് OTT-യിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ച ഇതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഈ സിനിമ ആസ് എ ക്രാഫ്റ്റ്, അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ബിഗ് സ്ക്രീനിലോ അല്ലെങ്കിൽ നമുക്കിനി OTT എന്നും കൂടി പ്രതീക്ഷിച്ചാൽ അങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്താൻ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി ഇതിലപ്പുറം വലുതാവാനില്ല ഈ സിനിമയ്ക്ക്.
എൻ്റെ അഭിപ്രായത്തിൽ. ഇത് എത്ര വലുതാകാൻ പറ്റും അത്രയും വലുതായി ഓൾറെഡി സിനിമ. കാരണം ഇത് ശരിക്കും കാണേണ്ടത് പിന്നെ നല്ലൊരു വലിയ സ്ക്രീനിലാണെങ്കിൽ പോലും അതിന് അത് പറ്റിയില്ലെങ്കിൽ പോലും ആൾക്കാരൊക്കെ ഈ സിനിമ കണ്ടു. എല്ലാ ഭാഷയിലും പിന്നെ ഉള്ള ആൾക്കാർ ഇത് കണ്ടു. ലോകത്തിൽ മുഴുവനുള്ള ആൾക്കാർ ഇത് കണ്ടു. അപ്പോൾ അത് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഈ സിനിമക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അത് തന്നെ. കാരണം ഇതിലധികം ഇനി ഈ സിനിമ വളരാനില്ല. കാരണം ഈ ചെറിയ സ്ക്രീനിൽ ആണ് നടത്താൻ. പിന്നെ ഈ ഈ സിനിമ ബാൻ ചെയ്തുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സിനിമകൾ മറ്റേ ഗുരുദ്വാരകളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും വലിയ LED സ്ക്രീനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ ഗ്രാമം മുഴുവൻ കാണുകയാണ് ശരിക്കും. കാരണം തിയേറ്ററിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ സ്വന്തം തിയേറ്റർ ഉണ്ടാക്കിയിരിക്കുക ശരിക്കും. എല്ലാ സ്ഥലങ്ങളിലും സിനിമ സിനിമ തിയേറ്റർ ഉണ്ടാക്കിയിട്ട് ഓപ്പൺ എയറിൽ രാത്രി ഈ സിനിമ മുഴുവൻ കുട്ടികളടക്കം എല്ലാവരും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഒന്നിച്ചിരുന്ന് ഈ സിനിമ കണ്ട് ആസ്വദിക്കുകയാണ് ഇപ്പോഴും. അത് ഒരു ഡയറക്ടറിനോ അല്ലെ ഒരു ഫിലിം മേക്കറിനോ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ശരിക്കും. ഇതിലപ്പുറം സന്തോഷമുള്ള കാര്യം വേറെ എന്താ ഉള്ളത് ശരിക്കും. അപ്പൊ ഈ സിനിമ എത്തേണ്ട സ്ഥലത്ത് ശരിക്കും എത്തിക്കഴിഞ്ഞു ഓൾറെഡി. ഇതിലപ്പുറം ഇനി വളരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന വർക്ക് എന്തായിരിക്കും? ഇനി മലയാളത്തിൽ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉണ്ടോ? അങ്ങനെയൊന്നും ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഇതുവരെ. ഞാൻ വളരെ പതുക്കെ സിനിമ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ വളരെ കുറച്ച് സിനിമകൾ ചെയ്യാറുള്ളൂ ഇപ്പൊ. പിന്നെ നല്ല സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അത് ചെയ്യും അത്ര തന്നെ. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യും. കാരണം ഞാൻ അതിന് വെയിറ്റ് ചെയ്യാണ്. മലയാളത്തിൽ ഇപ്പൊ നല്ല സിനിമകൾ നല്ല സ്ക്രിപ്റ്റ് ഒരുപാട് വരികയാണെങ്കിൽ വരുന്നു. തീർച്ചയായും ഞാൻ ഐ ആം ഓപ്പൺ ടു ഇറ്റ്. മലയാള ആ ഇല്ല, മാറ്റങ്ങൾ മലയാളം സിനിമ വളരെ നല്ലതാണ്. മലയാളം സിനിമയിൽ ഇപ്പൊ വരുന്ന ട്രെൻഡ് കുറെ നല്ലതാണ്. മലയാളം കമേഴ്ഷ്യൽ സിനിമയിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് 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 വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ. മറ്റ് സിനിമകളെ പോലെ തെലുങ്ക് സിനിമയോ ഹിന്ദി സിനിമകളൊക്കെ പോലെ ഇങ്ങനെ ഒരുതരം മുരടിച്ചൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സെൻസ്ലെസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലേക്ക് പോയില്ല. അങ്ങനെ പോയിട്ടില്ല മലയാളം കുറച്ചുകൂടി പുതിയ പുതിയ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മലയാള സിനിമ ഭയങ്കര പുതിയ കണ്ടന്റ് വരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കൈയടിക്കുകയും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഇപ്പം നോർത്ത് ഇന്ത്യൻ ഓഡിയൻസും വളരെ ഇത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവർക്ക് കൊടുക്കണ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നേരെ വിപരീതമായിരിക്കും ഭൂരിപക്ഷം സമയത്തും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് നല്ലതാണെന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വേറെ രീതിയിലാണ്, ഞങ്ങളുടെ പാക്കേജിങ് എന്നുള്ള രീതിയിലാണ് സാധനം വരിക. നമ്മുടെ സിനിമ ഒരു 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 നമ്മുടെ സിനിമക്കാരെ വളർത്തി കൊണ്ടുവരണം. നല്ല പുതിയ പുതിയ ടാലന്റിനെ നമ്മൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ ടാലന്റിനെ വളർത്തി കൊണ്ടുവരണം. അത് മലയാളത്തിലത്തെ പിന്നെ നിർമ്മാതാക്കളും അതുപോലെ മലയാളത്തിലത്തെ പിന്നെ നടന്മാരും അവരെല്ലാവരും ഇത്തരം സബ്ജക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പുതിയ പുതിയ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അത് ചെയ്യാന്നുള്ളത് അതിന് തയ്യാറായി നിൽക്കുന്ന നടന്മാരും അതുപോലെ പ്രൊഡ്യൂസർമാരും അവിടെയുണ്ട്. അതുകൊണ്ടാണ് അത്തരം നല്ല സിനിമകൾ വരുന്നത്. ഹിന്ദിയിൽ അത് ഇല്ലെന്നുള്ള. പിന്നെ അത് മാത്രമല്ല, കേരളത്തിലത്തെ കൂടുതൽ കലാസ്വാദനം കലാസ്വാദനം വളരെ വളരെ നല്ലതാണ് ശരിക്കും. കാരണം കുറെ കൂടി ഫിലിം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓഡിയൻസിന് വളരെ മുമ്പത്തെ സിനിമ സംവിധായകരും മറ്റ് ആൾക്കാരും അതുപോലെ ഈ ഫിലിം സൊസൈറ്റി മൂവ്മെന്റും അവരൊക്കെ അത്തരത്തിലുള്ള ഫിലിം ഫെസ്റ്റിവൽസ്, കേരളത്തിലത്തെ ഫിലിം ഫെസ്റ്റിവൽ ഇതൊക്കെ ചേർന്നിട്ട് അങ്ങനെയുള്ള ഒരു നല്ലൊരു സമൂഹത്തിന് സെൻസിബിലിറ്റി ഉള്ള ഒരു ഓഡിയൻസിനെ വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സിനിമ അവിടെ നടക്കുന്നത്. അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ട്, ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട്. ഇങ്ങനെ ഒരു നല്ല സിനിമയിൽ, നല്ലൊരു മലയാള സിനിമയിൽ താങ്കളുടെ ഫ്രെയിമും ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ കാണാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.